പുതിയ ഫ്രാഞ്ചൈസീസ് എടുക്കാൻ നോക്കുന്നവരെ എൻക്വയറീസ് നമുക്ക് വരാറുണ്ടല്ലോ. അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ സർവീസസ് ആണ് നമ്മൾ കൊടുക്കുന്നത്? ആദ്യമായിട്ട് ഒരാള് ഫ്രാഞ്ചൈസി എടുക്കാൻ നോക്കുകയാണെങ്കിൽ അത് ചിലപ്പം ഒരു ഇൻഡിവിജ്വൽ ആയിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ഒരു ഗ്രൂപ്പായിരിക്കും, ചിലപ്പോൾ ഒരു റിലേറ്റീവ്സിന്റെ ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഗ്യാങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പം ഇവര് എല്ലാവരും കൂടി ഒരു ഫ്രാഞ്ചൈസി എടുക്കുക, ഒരു ബിസിനസ് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളൊരു മോഡലിലൊക്കെ ആയിരിക്കും. അത് പല റീസൺസ് ഉണ്ടാവും. ചിലപ്പം ചിലവര് ആദ്യമായിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ആ ഒരു മൈൻഡ് സെറ്റ് തന്നെ ആയിരിക്കും. മറ്റു ചിലർ ഓൾറെഡി ചിലപ്പോൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരു ഗ്യാങ് ആയിരിക്കും. ചിലപ്പോൾ അവർക്ക് ഇനി ബിസിനസ് ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ സെക്കൻഡ് ഒരു തേർഡ് ഇൻകം, ഒരു പാസീവ് ഇൻകം എന്ന ലെവലിലേക്ക് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ പല റീസൺസ് ഉണ്ടാവും ഇവർക്ക്. ഈ റീസൺസ് അനുസരിച്ച് തന്നെ ഇവർക്ക് അതിലേക്കുള്ള ഇൻവോൾവ്മെന്റ് മാറ്റമുണ്ടോ. അപ്പം ഇവർക്ക് അനുസരിച്ചുള്ള ബിസിനസ് തന്നെ ആണോ ഇവരെടുക്കുന്ന ഫ്രാഞ്ചൈസി എന്നുള്ളത് ഒരു മെയിൻ ചോദ്യമാണ്. അപ്പൊ അവിടെ ഒരു വേബിലിറ്റി ചെക്ക്, ഫ്രാഞ്ചൈസി അവർക്ക് മാച്ച് ആണോ എന്നുള്ള നോക്കേണ്ട ആവശ്യമുണ്ട്. അവർ ഉദ്ദേശിക്കുന്ന ലൊക്കേഷൻ ആ ഫ്രാഞ്ചൈസി എത്രത്തോളം സക്സസ് ആവാൻ ചാൻസ് ഉണ്ട്, ROI അവർക്ക് അവിടേക്ക് മാച്ച് ആവും, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെക്ക് ചെയ്യേണ്ട ആവശ്യം. ഇനി അത് ഫ്രാഞ്ചൈസി സ്റ്റാർട്ട് ചെയ്താൽ തന്നെ ചിലപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് നോളജ് ഇല്ലെങ്കിൽ റണ്ണിങ് അല്ലെങ്കിൽ ഓപ്പറേഷൻസിൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അവരുടെ ഓപ്പറേഷൻ ബുദ്ധിമുട്ടുകൾ കുറച്ചു കൊടുക്കാൻ വേണ്ടി നമുക്ക് അതിന്റെ പാർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതൊരു ലോങ് ടേം ആയിട്ട് അവരുടെ സർവീസ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ സർവീസ് നമ്മൾ മാനേജ് ചെയ്യുന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ പാർഷ്യലി മാനേജ് ചെയ്യുന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ അവർ ഫ്രാഞ്ചൈസി കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഫ്രാഞ്ചൈസി എടുക്കുന്ന ആൾക്കാർക്കുള്ള ഒരുപാട് സർവീസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്.